ഫ്രണ്ടാണ്. അവൻ വർക്ക് ചെയ്യുന്നത് എംപ്ലോയി കേരള ബാങ്ക് ചെറുതുരുത്തി ബ്രാഞ്ചിലെ മിൽക്ക് കളക്ടറാണ് ജോലി ചെയ്യുന്നത്. 2021 എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് വാഗ്ദാനം ചെയ്തത്, ജോലി വാഗ്ദാനം 2 മക്കൾക്ക് വേണ്ടിയിട്ട് 27.5 ലക്ഷം. അപ്പോൾ ഇതാരും അറിയാനും പാടില്ല, അറിഞ്ഞാൽ ജോലിയില്ല പൈസയില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അതും ക്യാഷായിട്ട് വേണം എന്ന് പറഞ്ഞു. കാരണം ഒരു കാരണവശാലും ഇവരെ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്തിട്ടാണ് പൈസ മേടിച്ചിട്ടുണ്ട് 27.5 ലക്ഷം. ഇതുവരെ 5 വർഷമായി, ഇതുവരെ പൈസയില്ല ജോലിയുമില്ല. പൈസ വാങ്ങിക്കുമ്പോൾ സെക്യൂരിറ്റി ബോണ്ടായിട്ട് 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചു തരാം. 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇപ്പൊ തരാം ജോലി ഇപ്പനെ കിട്ടുന്നു പറഞ്ഞു. അതിനുശേഷം വീണ്ടും 3 കൊല്ലം കഴിഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ക്യാഷ് മതി, ജോലി വേണമെന്ന് പറഞ്ഞു. അപ്പൊ തരാം ഇനി പറയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു പ്രോപ്പർട്ടി വിട്ടിട്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് എല്ലാരും കൂടി പോയി വീണ്ടും ചോദിച്ചപ്പോ മോനെ ചെകെടുത്ത് അപ്പുറം മാറി അവൻ അടിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഞങ്ങളോട് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തോളാൻ പറഞ്ഞു. പോലീസുകാരെല്ലാവരും എൻ്റെ പോക്കല്ല, അതുകൊണ്ട് എനിക്ക് ആരും പേടിയില്ല, നിങ്ങൾക്ക് എന്താ പറ്റുക ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറെ മന്ത്രിമാരൊക്കെ പോയി കണ്ടു. ഞാൻ പോയി കണ്ടത് ഫസ്റ്റില് കണ്ട് തേറമ്പ സാറിനെ കണ്ടു. തേറമ്പ സാറ് പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അവർ ജോസ് കള്ളൂരിനെ കണ്ടു സാറിനെ. അത് കഴിഞ്ഞ് പ്രതാപ് സാറിനെ കണ്ടു, അനിൽ അക്കരെ സാറെ കണ്ടു, ലാസ്റ്റ് രമ്യ ഹരിദാസ് മാഡത്തിനെയും കണ്ടു. ഇവരൊക്കെ എന്നോട് കൈ ഒഴിഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവൻ കോൺഗ്രസ് പാർട്ടി ആളായ കാരണം കൊണ്ട് നിയോജക മണ്ഡലം ചെയർമാൻ കൂടിയാണ്. നമുക്ക് ഇതില് ഒരു എന്താ പറയാ, എനിക്ക് അത്ര അധികം സ്വാധീനമില്ലാത്തത് കൊണ്ടും നമ്മൾ അവനെ ഒന്നും എതിർത്ത് പറയാനും നമുക്ക് കഴിയില്ലായിരുന്നു. ഞങ്ങള് വിയൂര് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. അപ്പൊ കേസ് കൊടുത്തു ഇവനെ വിളിപ്പിച്ചു. ഇവൻ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ പൈസ നിങ്ങൾ തരാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് രേഖയിൽ ഒപ്പിട്ട് തന്നു. ഒരു പേപ്പർ നിങ്ങൾക്ക് അവന്റെ ചേട്ടനടക്കം സാക്ഷി ജോസഫ് ബാബു അവനും ഞാനും കൂടി ഒപ്പിട്ടതാണ്. ഈ ഒപ്പിട്ട പേപ്പർ 1 മാസത്തിന്റെ ഉള്ളിൽ പൈസ തരും എന്ന് പറഞ്ഞിട്ടാണ് വിനോദ് സാറിന് പറഞ്ഞിട്ട് ഒരു SI ആണ് ഇത് എഴുതി നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് തന്നത്. പിന്നീട് ഞങ്ങൾക്ക് അവൻ കാശ് ചോദിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്കുകൾ തന്നുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ചെക്ക് 12 ലക്ഷത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, കേസ് ആക്കിയിട്ടുണ്ട്. പിന്നെ 4 ചെക്ക് തന്നു ഞങ്ങൾക്ക്. ഈ 4 ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഓരോ ചെക്കാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അതും 3 ചെക്കും ഒരു വാല്യൂഡ് അല്ല. 12 ലക്ഷത്തിന്റെ ചെക്ക് നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ടുകൊടുത്തു. അപ്പൊ അത് റിട്ടേൺ ആയപ്പോൾ അത് കേസാക്കിയിട്ടുണ്ട്. ഓൾറെഡി അത് കേസിലാണ്. ഇപ്പൊ ഇതിനെതിരെ ഇവരാരും FIR ഇടാതെ ഇപ്പൊ ഞങ്ങൾ നേരെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോ ഞങ്ങൾക്ക് ഒല്ലൂര് പോലീസ് സ്റ്റേഷനിലേക്ക് മൊഴി കൊടുക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഒല്ലൂര് പോലീസ് സ്റ്റേഷനിൽ പോയി. ഇപ്പൊ വീണ്ടും വിയൂർക്ക് ഞങ്ങൾ വിളിച്ചു. ഇപ്പൊ FIR ഇട്ടിട്ടുണ്ട്. അതിന്റെ കോപ്പി കയ്യിലുണ്ട്. ഇവന് പേടിയൊന്നുമില്ല പോലീസുകാരെ. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്തോ, പോലീസുകാരൊക്കെ പോക്കറ്റിലാണ്, അതുകൊണ്ട് എനിക്ക് ആരും പേടിയില്ല ഇതൊക്കെ പറഞ്ഞത് ഞങ്ങളോട്. പൈസ തരില്ല, തെളിവൊന്നുമില്ലല്ലോ അങ്ങനൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുക. ഇതിനുള്ളില് ഒരു ദിവസം അത് ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ബാങ്കില് മകന് വേണ്ടിയിട്ട്, പിന്നെ മകൾക്ക് അർബൻ ബാങ്ക് തൃശ്ശൂര്. ഇപ്പൊ കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഈ ഡിസംബറിലെ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് പൈസന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി തിരൂര് അമ്പലത്തിന്റെ പിന്നില് ഇരട്ടത്ത് കൊണ്ടുപോയിട്ട് നെഞ്ചത്ത് പിടിച്ച് ഇടിച്ചു. എന്നിട്ട് ഇടിച്ച് ആളുടെ കാര്യം നോക്കി പോയി. ഇവിടെ ഇടിച്ചു. അല്ല അതെന്താ വെച്ച് കഴിഞ്ഞാല് അമ്മായിയുടെ മോനായ കാരണം നമ്മള് എനിക്ക് അത്ര അമ്മായിയുടെ മോനവൻ എന്റെ ബന്ധുവാണ് അവൻ. അങ്ങനെ പറഞ്ഞു വിശ്വസിച്ചു. അതില് 6.5 ലക്ഷത്തിന്റെ പ്രൂഫ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ 21 ലക്ഷം ഞങ്ങൾ ക്യാഷായിട്ടാണ് കൊടുത്തേക്കുന്നത്. അവ ക്യാഷായിട്ട് മതി എന്ന് പറഞ്ഞ എല്ലാ കാശും. പക്ഷെ ഇത് നിങ്ങൾക്ക് അന്ന് പൈസ ഇല്ലാത്തവരുണ്ടെങ്കിൽ മാക്സിമം 6.5 ലക്ഷം നിങ്ങൾ പണയം വെച്ചും
ലോൺ എടുത്തിട്ടൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കേരള ബാങ്കിലല്ല, കോപ്പറേറ്റീവ് ഇരിഞ്ഞാലക്കുട. ടൗൺ കോപ്പറേറ്റീവ് അത് സൊസൈറ്റി 12 ലക്ഷം മോന്റെ മേടിച്ചു. അർബൻ ബാങ്കില് മോൾക്ക് 15 ലക്ഷം തൃശ്ശൂര്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചത് അവൻ. ചെക്കുകൾ കുറെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോ ചോദിച്ചുകൊണ്ടിരിക്കും. ചെക്കുകൾ 5 വർഷം കഴിഞ്ഞു, 2021. അതെ ഇപ്പോഴാണ്. കാരണം ഞങ്ങള് പോയില്ല. അപ്പൊ ഞങ്ങളെന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഒരു വികലാംഗ സ്ത്രീയെ ഒരു കേസ് ഇതുപോലെ അറിഞ്ഞു, ഇങ്ങനെ അവരെ പറ്റിച്ചിരുന്നു. അവരെ പേര് ഇട്ടതിന് ശേഷം ഞങ്ങൾ പോയി ചെയ്തത് വിയ്യൂര് സ്റ്റേഷനിൽ. ഇപ്പം മുഖ്യമന്ത്രിയുടെ പരാതി പ്രകാരം ഒല്ലൂര് PC പോലീസ് സ്റ്റേഷനിലെ അവിടുന്ന് ഞങ്ങൾക്ക് കമ്മീഷണർക്ക് കൊടുത്ത് വിയ്യൂർക്ക് വന്ന് ഇപ്പൊ വിയ്യൂരാണ് ലാസ്റ്റ് മൊഴി എടുത്തത്. അതെ, ലോണും പണയം വെച്ചും പിന്നെ നമ്മളെ സഹായിച്ച എല്ലാവരും. പിന്നെ 15 ലക്ഷം മോളുടെ ഹസ്ബൻഡിന്റെ പപ്പ 15 ലക്ഷം കൊടുത്തു മോൾക്ക് വേണ്ടിയിട്ട്. മരുവന്റെ പപ്പ. ഞങ്ങള് 12 ലക്ഷം. അത് വെച്ച് കഴിഞ്ഞാൽ മോനിപ്പോ യൂണായിരിക്കണം, പിന്നെ മോൾക്ക് ക്ലർക്ക് ജോലി. അവളുടെ PH സൊസൈറ്റിയിലത്തെ HDFC പാസ്സായി കഴിഞ്ഞാൽ അവൾക്ക് ക്ലർക്ക് ഡയറക്ടർ പോസ്റ്റ് കിട്ടുന്നു പറഞ്ഞു. അത് അവൾ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പൊ അവൻ ജോലിയില്ല, വാഗ്ദാനങ്ങൾ മാത്രമാണ്. കുറെ ദിവസം 5 വർഷമായിട്ട് എന്നെ നടത്തി രാത്രി വരെ അവിടെ നിൽക്കും, എന്നിട്ട് തിരിച്ചു പറഞ്ഞു വിടും, നാളെ വരാം നാളെ അങ്ങനെ പറഞ്ഞു വിട്ടു. 5 വർഷം കഴിഞ്ഞു. ഇലക്ഷൻ ജയിച്ച ഡിസംബറിൽ പൈസ ഈ ഇലക്ഷന് മുന്നേ ആണ് ഈ എഗ്രിമെന്റ് എഴുതിച്ചത്. 1 മാസത്തെ ടൈം പറഞ്ഞിട്ട് 6 മാസം ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ എഴുതിയത് രേഖയാണ്. അത് മൊഴിയാണ്. ഞങ്ങളിപ്പോ മുഖ്യമന്ത്രിയുടെ ഒല്ലൂരത്തെ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് അതിൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേണമെങ്കിൽ കോപ്പി തരാം, ഇത് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത് രേഖയാണ് എന്നാണ്. ഇത് ഞങ്ങൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞങ്ങള് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ അതിന്റെ ഓഡിയോ റെക്കോർഡ് ഉണ്ട്, പിന്നെ വീഡിയോ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. അവൻ നേരിട്ട് സംസാരിച്ചത് നിങ്ങളെല്ലാം.